ഹലോ നമസ്കാരം. എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ വേണം. ഇങ്ങനെ എന്നോട് ഒരാൾ പറഞ്ഞു. ഈ പറഞ്ഞത് ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ അല്ലെങ്കിൽ ഹൈസ്കൂളിലെ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് ലേറ്റ് ആയിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ഇന്ന് ലേറ്റ് ആയത്? നമ്മൾ അഡ്മിനിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് കാഷ്വലായിട്ട് ചോദിച്ചതാണ്, എന്താണ് ഇന്ന് ലേറ്റ് ആയത് എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്. ഞാൻ പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ, നല്ല കാര്യം. നിനക്ക് തരാൻ ഇവിടെ ഗിഫ്റ്റ് ഒന്നുമില്ല, എന്തായാലും അവിടെ ഇരുന്ന ഒരു ചോക്ലേറ്റ്, സൈഡിലിരുന്ന ചെറിയൊരു ക്യാൻഡി, ഒരു ചോക്ലേറ്റ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ അവൻ പറഞ്ഞു, സാർ എനിക്ക് ചോക്ലേറ്റ് ഒന്നും വേണ്ട, സാറിന് പറ്റുമെങ്കിൽ എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമെന്ന്. ഞാൻ വിചാരിച്ചു എന്നോടാ ഇവൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, വാട്ട് ആർ യു ടോക്കിംഗ്, അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല, ഞാൻ പറഞ്ഞത് മോശമാണ് എന്നും. അപ്പം എനിക്ക് മാത്രം ചിരി വന്നു. പക്ഷേ ബാക്കി ഉള്ള അഡ്മിൻ സ്റ്റാഫുകൾ ആരും ചിരിച്ചില്ല. അവൻ എന്തായാലും സൈൻ ചെയ്ത് അവൻ പോയി. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ ചോദിച്ചു, അതെന്താ അവൻ ചോദിച്ചാൽ എന്താ തെറ്റ്? ഞാൻ പറഞ്ഞു, ഞാനിത് നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ, അവൻ എന്ത് തെറ്റ് ചോദ്യമാണ് ചോദിച്ചത്? നമ്മളോട് വന്നിട്ട് ഒരു ഗേൾ ഫ്രണ്ടിനെ ചോദിക്കാൻ പറ്റുമോ? അപ്പം അവരെന്നോട് പറയാണ്, അവനെ 15 വയസ്സ് പൂർത്തിയായി, അറിയാവോ? 15 വയസ്സ് പൂർത്തിയായിട്ട് അവനൊരു ഗേൾ ഫ്രണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ആർക്കാ മോശം? അവന് തന്നെയല്ലേ മോശം. നിങ്ങൾ ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് ഓസ്ട്രേലിയയിലൊക്കെ 15 വയസ്സ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഗേൾ ഫ്രണ്ടൊക്കെ വരും. നമ്മളൊക്കെ 25-ാം വയസ്സിലും ഗേൾ ഫ്രണ്ട് ഇല്ല എന്നൊക്കെ ഓരോരുത്തർ പറയുന്ന കേട്ടു. എൻ്റെ കാര്യമല്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അത് സാധാ ഒരു കാര്യമാണ്, ആർക്കും ചിരിയൊന്നും വരില്ല. ഗേൾ ഫ്രണ്ട് വേണം, അല്ലെങ്കിൽ 15 വയസ്സ് കഴിഞ്ഞ് ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിലാണ് അവൻ എന്തോ മാരക രോഗമുണ്ട്, എന്തോ സൈക്കോ പ്രശ്നമുണ്ടെന്ന് ആൾക്കാർ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ.